ഒരു കൺഫ്യൂഷനും ഇല്ല. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ലാണ്ട് ഇവിടെ ഒരു ചർച്ച ആരും നടത്തിയിട്ടില്ല. ചർച്ച ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതുപോലെ പാർട്ടിയും UDF-ഉം ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടാവില്ല. UDF ഒറ്റക്കെട്ടായിരുന്നു, സീറ്റ് ചർച്ചയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായിരുന്നു, അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. പൊതുവേ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലയിൽ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ക്യാമ്പയിൻ ഏറ്റവും നല്ല നിലയിലാണ് ഇത്തവണ UDF മുന്നോട്ട് കൊണ്ട്. ഹേറ്റ് ക്യാമ്പയിൻ ഇല്ലായിരുന്നു. ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടന്നിട്ട് പോലും ഞങ്ങൾ അത്തരം ഹേറ്റ് ക്യാമ്പയിൻ ഇല്ലാതെ വളരെ മാന്യമായ നിലയിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയത്. ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനുള്ള നിലയിൽ അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയ എതിരാളികളെ മോശപ്പെടുത്തുന്ന ഒരു തരത്തിലുമുള്ള ക്യാമ്പയിൻ ഉണ്ടാകരുത്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും. അവിടെ അതോടൊപ്പം നേതാക്കളുടെ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജി ആണെങ്കിലും മറ്റ് നേതാക്കളുടെ അവരുടെ എല്ലാം ക്യാമ്പയിൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ സാധാരണ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് നേതാവിനെ തീരുമാനിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം വന്നു. അങ്ങ് തന്നെ പരസ്യമായ നിലപാട് സ്വീകരിച്ചു. ഇപ്രാവശ്യം ആ കീഴ്വഴക്കങ്ങളൊക്കെ പാലിക്കും. അങ്ങനെ 25 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും എന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. തന്നെയല്ല, ഞാൻ തമിഴ്നാട്ടിലെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയാണ്. നമ്മൾ തമിഴ്നാട് ഇലക്ഷനിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. 23-ാം തീയതി വരെ അതിൻ്റെ പ്രചരണ പരിപാടികളിലായിരിക്കും ശ്രദ്ധ. നമ്മൾ മറുപടി പറഞ്ഞല്ലോ, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ബൂത്തിലും നിന്നുള്ള ഡീറ്റെയിൽസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ളത് കിട്ടും. അത് 4-ാം തീയതി അറിയാമല്ലോ ആർക്കാ വളർച്ച. ഇല്ല, അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞതാണ്. അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു. പിന്നെന്ത് ചർച്ചയാണ്?